സൂറത്തുൽ വാഖിയയുടെ 22-ാമത്തെ ആയത്താ മറ്റത്. 23-ാമത്തെ ആയത്ത് കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നബിയെ? ഹബീബ് വിശദീകരിച്ചു കൊടുത്തു. സഫാഉഹുന്ന സഫാഉദ്ദുർ, അവരുടെ തിളക്കം, അവരുടെ ശുദ്ധി, അവരുടെ വിശുദ്ധി ആ സഫാഉദ്ദുർ മുത്തിന്റെ വിശുദ്ധി പോലെയാണ്. അല്ലദീ ഫിൽ അസ്ദാഫ്, ചിപ്പിക്കകത്തിരിക്കുന്ന മുത്തിനുള്ള വിശുദ്ധി പോലെയുള്ള വിശുദ്ധിയാണ് കേട്ടോ അവർക്കുള്ളത്. അല്ലദീ ലം തമസ്സഹുൽ ഐദി, ഒരൊറ്റ കരങ്ങളും ആ മുത്ത് തൊട്ടിട്ടില്ല. ആ മുത്തിനെന്തൊരു വിശുദ്ധിയാണോ ഉള്ളത്, ആ വിശുദ്ധിയാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ എന്ന് അല്ലാഹു പറഞ്ഞത്. ഉമ്മു സലമ പറഞ്ഞു, ഞാൻ വിട്ടില്ല, ഇത് സംബന്ധമായുള്ള എല്ലാ ആയത്തുകളും അങ്ങ് ചോദിക്കാമെന്ന് കരുതി ഞാൻ ചോദിച്ചു. ഖുൽതു അഖ്ബിർനി അൻ ഖൗലിഹി തആല, നബിയെ നിങ്ങൾ അല്ലാഹുവിന്റെ വാക്ക് എനിക്ക് വിശദീകരിച്ചു തരണം. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, സൂറത്തുർ റഹ്മാനിന്റെ 70-ാമത്തെ ആയത്ത്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവരുടെ കൂട്ടത്തിൽ ഖൈറാത്തുൻ ഹിസാൻ, നല്ല സ്ത്രീകളുണ്ട്, സുന്ദരികളായ സ്ത്രീകളുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം ചോദിച്ചപ്പോ ഹബീബ് പറഞ്ഞു, ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഖൈറാത്തുൽ അഖ്ലാഖ്, സൽ സ്വഭാവികളായ പെണ്ണുങ്ങള്. ഹസന ഹിസാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹിസാനുൽ വുജൂഹ്, മുഖം കണ്ടാൽ നല്ല സുന്ദരികളാണവർ, സുന്ദരികളായ പെണ്ണുങ്ങൾ. ഇതാണ് ഖൈറാത്തുൻ ഹിസാൻ. പിന്നെയും ചോദിച്ചു, നബിയെ അല്ല, എനിക്ക് വേറെ ഒരു കൺഫ്യൂഷനും കൂടെയുണ്ട് നബിയെ. ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു അത്ഭുത രൂപത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, കഅന്നഹുന്ന ബൈദും മക്നൂൻ. ആ പറഞ്ഞത് എന്താ നബിയെ? കഅന്നഹുന്ന ബൈദും മക്നൂൻ, അവർ തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം നമുക്കിങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ കഴിയാം. ഹൂറുലിങ്ങളെ കുറിച്ച് പറഞ്ഞ ബൈദും മക്നൂൻ, മുട്ട പോലെയാണ്. മക്നൂൻ, തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മുട്ട. ഇതെന്താ നബിയെ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മു സലമ തിരിഞ്ഞില്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സൂറത്തു സാഫാത്തിലെ 49-ാമത്തെ വചനമാണ്. അതിനെ റസൂലുള്ള വ്യാഖ്യാനിച്ചു, റിഖ്ഖതുഹുന്നകരിഖത്തിൽ ജിൽദ്. ആ പറഞ്ഞത് അവരുടെ ചർമ്മത്തിന്റെ ഓമനത്വമാണ് ഉമ്മു സലമ. അവരെ ചർമ്മത്തിൽ തൊട്ടാലുള്ള മിനുസമാണ് ആ പറഞ്ഞത്. റിഖ്ഖതുഹുന്ന, അവരെ തൊട്ടാലുള്ള ഓമനത്തോ, അവരെ തൊട്ടാലുള്ള മിനുസം. കരിഖത്തിൽ ജിൽദില്ലദീ റഅയ്തി ഫീ ദാഖിലിൽ ബൈദാ, മുട്ടയുടെ അന്തർഭാഗത്ത് നീ വെള്ള കണ്ടിട്ടില്ലേ? മുട്ടയുടെ വെള്ള, അതിലിങ്ങനെ തൊട്ടാൽ നല്ല മിനുമിനുത്ത അവസ്ഥയായിരിക്കും. അതേ രൂപത്തിലുള്ള മിനുസമായിരിക്കും ഉമ്മു സലമ ഹൂറുലിങ്ങളുടെ ശരീരത്തിന്. അള്ളാഹുവിന്റെ ഹബീബ് വർണ്ണിക്കുകയാണ്, കണ്ടോ നിങ്ങള്. അതുകൊണ്ടാണ് കഅന്നഹുന്ന ബൈദും മക്നൂൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മിമ്മാ യലിൽ ഖിശ്റ, മുട്ടയുടെ ഉള്ളിൽ നീ കാണുന്നു, അതെവിടെ? അകത്ത് എന്ന് പറയുമ്പോ, അകത്ത് എന്ന് പറയുന്ന സമയത്ത് കോഴിമുട്ടയുടെ കുരുവിനെ കുറിച്ചല്ല ചർച്ച, കോഴിമുട്ടയുടെ മഞ്ഞക്കുരുവിനെ കുറിച്ചല്ല ചർച്ച. മിമ്മാ യലിൽ ഖിശ്റ, അതിന്റെ തൊലിയുടെ തൊട്ടടുത്തുള്ള ആ വെള്ളയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വഹുവൽ ഗിർഖി, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ കോഴിമുട്ട വെള്ളയാണ്. അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണിത്, ഗിർഖി, വഹുവൽ ഗിർഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതേ രൂപത്തിലാണ് കേട്ടോ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഖൗലിഹി ഉറുബൻ അത്റാബാ. അല്ല വേറെ ഒരു സ്ഥലത്ത് ഉറുബൻ അത്റാബാ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബാ എന്ന് പറഞ്ഞല്ലോ. ഇതാരെ പറ്റിയാ നബിയേ? ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നാം കന്യകകളാക്കി സൃഷ്ടിച്ചു. സ്വർഗത്തിലെ സ്വർഗീയ തരുണിമണികളെ നാം കന്യകകളായി സൃഷ്ടിക്കും. എന്റെ സ്വർഗാവകാശികൾക്ക് വേണ്ടി കന്യകകളായി സൃഷ്ടിക്കൂ. ഉറുബൻ അത്റാബ, അവർ ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കുന്നവരാണ്. അത്റാബ, സമപ്രായക്കാരാണ് അവർ. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്
ഈ ഭൂമിയിൽ നിന്ന് അമലു ചെയ്ത് കഷ്ടപ്പെട്ടു മരിച്ചുപോയ പാവപ്പെട്ട പെണ്ണുങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, കുന്നല്ലവാതി ഖുബിൽന ഫീ ദാരി ദുനിയാ, ഐഹിക ലോകത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെട്ട ആ പെണ്ണുങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അത് ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ്. അതാ ഞാൻ പറഞ്ഞത്, ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ച്. അപ്പൊ ദുനിയാവിലെ പെണ്ണുങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉറുബൻ അത്റാബാ, സമപ്രായക്കാരികൾ, കാണാൻ നല്ല സുന്ദരികൾ, ഒരേ പ്രായക്കാർ. അതുപോലെ തന്നെ ഉറുബൻ, ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങള്. എല്ലാവരും കന്യകകള്. ഭൂമിയിൽ ഒരു പക്ഷേ 10 പെറ്റ പാത്തുമ്മത്താത്തയാ, പക്ഷെ അവിടെ വരുമ്പോ കന്യകയാ. അവിടെ വരുമ്പോ കെട്ടിക്കാത്ത പെൺകുട്ടിയുടെ ആകൃതിയിലാ വരുന്നത്. വയസ്സെത്രയാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹുന്ന ബനാതു സലാസിൻ വസലാസീൻ, അവർക്കൊക്കെ 33 വയസ്സാണ്. വകദാലിക സുവാജുഹുൻ, അതേ രൂപത്തിൽ തന്നെയാണ് സ്വർഗത്തിലുള്ള പുരുഷന്മാർക്കും 33 വയസ്സാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ 33 വയസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഫജഅൽനാഹുന്ന അബ്കാറ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോ ഒരു ഹദീസിലൂടെ, ഈ ഹദീസിലെല്ലാം വായിക്കുന്ന ഹദീസിലല്ല, മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, ഭർത്താക്കന്മാർ ഓരോ പ്രാവശ്യം അവരെ സമീപിക്കുമ്പോഴും അവർ കന്യാചർമ്മമുള്ളവരായിരിക്കും, കന്യകകളായിരിക്കും. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, വലിയ തമാശക്കാരിയായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി പറഞ്ഞു, വാ വജഅ യാ റസൂലല്ലാഹ്, വാ വജഅ യാ റസൂലല്ലാഹ്. ആയിഷ ബീവി ഒരു തമാശ പറഞ്ഞതാ. നബിയെ, അത് കുറച്ച് കഷ്ടാണല്ലോ നബിയെ. കാരണം കന്യകയായിട്ട് അവിടെ സ്ഥിരമായി നിൽക്കുക എന്നത് അതൊരു വല്ലാത്ത കഷ്ടമല്ല നബിയെ. കാരണം ഒരു കന്യകയായ പെണ്ണിന് ഭർത്താവുമായി ബന്ധപ്പെടാൻ ുമ്പോഴുണ്ടായ മാനസിക നിർവൃതി, അത് അവസാനിക്കാത്ത കാലഘട്ടത്തില് എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് നിലനിൽക്കുമെന്ന് പറയുമ്പോ ഇത് ആഗ്രഹിക്കാത്തവരാരുണ്ടാകും? ഫസ്റ്റ് നൈറ്റ് ഒന്നും അടങ്ങി വരാൻ സ്വാഭാവികമായി മനുഷ്യൻ ആഗ്രഹിക്കൂലേ? സ്വാഭാവികമാണ്. പക്ഷെ അത് തീരാത്ത, ഫസ്റ്റ് നൈറ്റുകൾ തീരാത്ത ലോകം, അത് സ്വർഗമാണ്.